രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന യുവതിയുടെ മൊഴി. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ നടത്തിയതെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി മൊഴി നൽകി. 23 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാൾ വരെ രാഹുലിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. ബംഗളൂരിൽ താമസിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യുവതി പരിചയപ്പെടുന്നത്. യുവതി നാട്ടിലെത്തിയപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിലേക്ക് രാഹുൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ക്രൂരമായ പീഡനമാണ് രാഹുലിൽ നിന്ന് ഏൽക്കേണ്ടിവെന്നെന്ന് അന്വേഷണ സംഘത്തോട് ഇവർ പറഞ്ഞു. തടഞ്ഞപ്പോഴും ലൈംഗിക അതിക്രമം തുടർന്നു. പിന്നീട് വിവാഹം കഴിക്കാനാവില്ലെന്ന് യുവതിയോട് രാഹുൽ പറഞ്ഞു. ഇതിവരെ മാനസികമായി തളർത്തി. അതിനിടെ വീണ്ടും ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമവും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഫോൺ വിളിച്ചപ്പോൾ എടുക്കാത്തതിന് യുവതിയോട് രാഹുൽ അസഭ്യം പറഞ്ഞു. വാഹനവുമായി തന്റെ വീടിന്റെ അടുത്ത് വന്ന് രാഹുൽ കൂടെ വരാൻ ആവശ്യപ്പെട്ടതായി മൊഴിയിലുണ്ട്. രാഹുലിനെ ഭയമാണ്, കേസുമായി മുന്നോട്ട് പോകാനും ഭയക്കുന്നതായി ജി പൂങ്കുഴലി IPSനോട് യുവതി പറഞ്ഞു. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാമെന്ന യുവതിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. രാഹുലിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി എതിർത്തു. മറ്റന്നാളാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക. അതുവരെ കടുത്ത നടപടികൾ പാടില്ല എന്നാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ നിർദ്ദേശം. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ അറസ്റ്റ് കോടതി തടയുകയും ചെയ്തു. മീഡിയ 1 തിരുവനന്തപുരം.